ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഒരു സീക്വൻസ് വാൾവാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പ്രഷർ കൺട്രോളിന് വേണ്ടിയുള്ള സീക്വൻസ് വാൾവാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വാൾവിൻ്റെ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ കോമ്പൗണ്ട് റിലീഫ് വാൾവ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ ഫംഗ്ഷൻ, ആ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഇതിനും. വളരെ ഹൈ പ്രഷർ വരികയാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ടാങ്കിലോട്ടങ്ങ് എസ്കേപ്പ് ചെയ്യണം, ടാങ്കിലോട്ടങ്ങ് ഡൈവേർട്ട് ചെയ്യണം. അതിനുവേണ്ടിയുള്ള ഒരു സീക്വൻസ് വാൾവാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സീക്വൻസ് വാൾവ് തന്നെ പല ടൈപ്പിലുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്, വേറെ ഒരു ടൈപ്പാണ്. ഇത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ട് തോന്നി. ഇത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുത്ത ഒരു പോർഷനാണ്. ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് തോന്നി. ഫിഗറും സിമ്പിളാണ്, ഇതിൻ്റെ വർക്കിങ്ങും സിമ്പിളാണ്. അപ്പോൾ ഈ സീക്വൻസ് വാൾവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഫിഗർ വരച്ചതിന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് പ്രഷർ കൺട്രോൾ സീക്വൻസ് വാൾവ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ നോർമൽ വർക്കിങ്ങിലുള്ള പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാത്താണ്. ഈ ഒരു ഇൻലെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പൈപ്പിൻ്റെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇൻലെറ്റ് ഇതിൽ കയറി വരും. ഇതിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഈ പോർഷനാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ്. അപ്പം ഇതിൻ്റെ അകത്ത്, ഈ പൈപ്പിൻ്റെ അകത്ത് താഴത്തെ പോർഷനിൽ ചെറിയൊരു ഹോളുണ്ട്. ഇതിലിപ്പം കുറച്ച് വലിയ ഹോളാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ ഇവിടെ ചെറിയൊരു ഹോളാണുള്ളത്. ആ ഹോള് അടച്ച് വയ്ക്കാനായിട്ട്, ആ ഹോളൊന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാനായിട്ട് ഈ ഒരു കമ്പോണൻ്റ് ഉണ്ട്. ഈ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളറിലിരിക്കുന്ന ഈ ഒരു കമ്പോണൻ്റ്, അതിനെ പിസ്റ്റൺ എന്നാണ് പറയുന്നത്. ഈ സംഭവത്തിൻ്റെ താഴത്തെ പോർഷൻ ഒരു കോണിക്കൽ ഷേപ്പിലായിരിക്കും. അത് ഉപയോഗിച്ചായിരിക്കും ഈ ഒരു ഓപ്പണിങ്ങിനെ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ ഈ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. ഇതായിരിക്കും ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ്. നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ ഫ്ലൂയിഡ് ഈ ഇൻലെറ്റ് വഴി അകത്തോട്ട് കയറും. എന്നിട്ട് ഈ പിസ്റ്റൺ എന്ന് പറയുന്ന ആ കോമ്പൗണ്ടിനെ ചുറ്റിയായിരിക്കും അപ്പുറത്ത് ഗ്യാസ് ഇപ്പുറത്തെ ഔട്ട്ലെറ്റിലോട്ട് പോകുന്നത്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഗറിൽ കുറച്ച് വലുതായിട്ട് കാണും, പക്ഷേ ആക്ച്വലായിട്ടുള്ള കണ്ടീഷൻ ഇത് വളരെ ചെറുതാണ്. ഈ ഹോളും ചെറുതായിരിക്കും, ഈ കമ്പോണൻ്റെ ഈ പാർട്ടും വളരെ ചെറുത് തന്നെയായിരിക്കും. ഈ ഫിഗറിൽ കുറച്ച് വലുതായിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നടുക്ക് ഒരു ചെറിയൊരു ഒബ്സ്ട്രക്ഷൻ മാത്രമേ കാണത്തുള്ളൂ. ഒരു പില്ലർ പോലെ ഈ ട്യൂബിൻ്റെ, ഈ പൈപ്പിൻ്റെ നടുക്ക് ചെറിയൊരു പില്ലർ പോലെ ചെറിയൊരു സിലിണ്ടറിക്കൽ റോഡ് വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, വലിയ ഒബ്സ്ട്രക്ഷൻ ഇല്ല. ഈ ഇൻലെറ്റിൽ കൂടെ വരുന്ന ഫ്ലൂയിഡ് ഈ കമ്പോണന്റിനെ ചുറ്റി ഇപ്പുറത്തോട്ട് അങ്ങ് എത്തിക്കോളും. ഈ സംഭവം എന്തെന്ന് വെച്ചാൽ, ഈ ഫ്ലൂയിഡ് ഇങ്ങനെ പാസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഫ്ലൂയിഡ് ഈ ഒരു പോർഷൻ ഇവിടെ കുറച്ച് ഇതിൻ്റെ ഏരിയ കൂടുതലാണ്. ഈ ഒരു പാർട്ടിന് ഏരിയ കുറവാണ്. ഈ ഒരു പോർഷൻ സർക്കുലർ ആണെങ്കിൽ അതിന് ഏരിയ കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഇതിനെ മുകളിലോട്ട് പുഷ് ചെയ്യുന്ന ഒരു ഫോഴ്സും കൂടെ ഈ നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോഴ്സ് കാരണം ഇതിൻ്റെ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം അത്രത്തോളം പ്രഷറൊന്നുമില്ല. നോർമൽ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ ആയിട്ടുള്ള പ്രഷറായിരിക്കും. ആ നോർമൽ പ്രഷറിലുള്ള ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് കാരണം ഇവിടെ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇതിനെ ഈ ഹോളിൽ തന്നെ പ്ലേസ് ചെയ്ത് വയ്ക്കാനായിട്ട് ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്. ആ സ്പ്രിങ്ങിൻ്റെ ടെമ്പർ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ കംപ്രഷൻ എങ്ങനെയാണെന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂവിനെ താഴോട്ട് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ കംപ്രഷൻ കൂടും. മുകളിലോട്ട് ലൂസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടെമ്പർ കുറവായിരിക്കും, അതായത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്താണ് എത്ര പ്രഷർ എത്തുമ്പോൾ ഇത് മുകളിലോട്ട് മൂവ് ചെയ്യണം എന്ന് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു അഡ്ജസ്റ്റബിൾ സ്ക്രൂ. അതിനെ റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, വളരെ ഹൈ പ്രഷറാണ് ഇവിടെ വരുന്നത് എങ്കിൽ, വളരെ ഹൈ പ്രഷർ വരികയാണെങ്കിൽ ഇതിൽ നിന്നുള്ള ഈ ഫ്ലൂയിഡിൽ നിന്നുള്ള ഈ മുകളിലോട്ടുള്ള ഫോഴ്സ്, ആ ഒരു പുഷ് കാരണം ഈ പിസ്റ്റൺ എന്ന് പറയുന്ന കമ്പോണൻറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യും. കാരണം അത്രത്തോളം ഹൈ പ്രഷർ വരുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അത്രത്തോളം ഹൈ പ്രഷർ വരുമ്പോൾ ഇത് പുഷ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സും കൂടുതലായിരിക്കും. അത് കാരണം ഈ പിസ്റ്റൺ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് ഡിസ്പ്ലേസ് ആവും. അങ്ങനെ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പം താഴെയുള്ള ഈ ഒരു ഓപ്പണിംഗ് എന്നുള്ളത് അത് അൺകവർ ആവുകയാണ്. ആ ഒരു ഓപ്പണിംഗ് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ അത് കാരണം ഈ ഫ്ലൂയിഡ് സഡനായിട്ട് ഈ വഴി തിരിച്ച് ടാങ്കിലോട്ട് അങ്ങ് എസ്കേപ്പ് ആവും. ഇതെന്ന് പറയുന്നത് ടാങ്കാണ്. ഇത് ഔട്ട്ലെറ്റ് ആണെങ്കിൽ ഇത് ടാങ്കാണ്. നമ്മൾ എവിടെ നിന്നാണോ ഓയിൽ വരുന്നത് ആ ടാങ്കാണിത്. അപ്പം ഈ ഒരു ഓപ്പണിംഗ് ഒന്ന് അൺകവർ ആവുകയും പെട്ടെന്നുള്ള വളരെ ഹൈ പ്രഷറിൽ വരുന്ന ഫ്ലൂയിഡ് ഇതുവഴി അങ്ങ് എസ്കേപ്പ് ആവുകയും ചെയ്യും. അങ്ങനെ എസ്കേപ്പ് ആവുമ്പോഴത്തേക്കും ഈ പൈപ്പ് ലൈനിലുള്ള പ്രഷർ കുറയുമ്പോഴേക്കും പിന്നെ ഈ പിസ്റ്റൺ എന്ന് പറയുന്ന കമ്പോണൻറ്റ് താഴോട്ട് മൂവ് ചെയ്ത് ഈ ഓപ്പണിംഗ് അങ്ങ് ക്ലോസ് ആയിക്കോളും. പിന്നെ അത് ഈ ഫ്ലൂയിഡ് വരുന്ന ഈ ഔട്ട്ലെറ്റ് വഴിയേ പുറത്തു പോവുകയുള്ളൂ. അപ്പോൾ എപ്പോഴാണോ ഹൈ പ്രഷർ വരുന്നത്, ഈ പൈപ്പ് ലൈനിൽ എപ്പോഴാണോ പെർമിസിബിൾ ആയിട്ടുള്ള പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ വരുന്ന ആ സമയത്തായിരിക്കും ഈ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്. അതുവരെ ഈ ഫോഴ്സ് എക്സേർട്ട് ചെയ്താലും ഈ പിസ്റ്റൺ മൂവ് ചെയ്യത്തില്ല. വളരെ ഹൈ പ്രഷർ വരുമ്പോൾ മാത്രം എത്ര പ്രഷറാണ് സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഈ അഡ്ജസ്റ്റബിൾ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കും. എത്ര പ്രഷർ എത്തപ്പോഴാണ് അത് പിസ്റ്റൺ മൂവ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ നോക്കും.
അപ്പം ആ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രഷറിനേക്കാളും ഹൈ പ്രഷർ വരിക അത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോഴായിരിക്കും ഈ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്. പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോഴും ഈ ഒരു ഓപ്പണിംഗ് അൺകവർ ആവുകയും അതുവഴി ഫ്ലൂയിഡ് എന്നുള്ള പെട്ടെന്ന് ഇതുവഴി താഴോട്ടങ്ങ് അല്ലെങ്കിൽ പുറത്തോട്ടങ്ങ് എസ്കേപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ എസ്കേപ്പ് ആവുമ്പോഴത്തേക്കും ഫ്ലൂയിഡ് ഈ പൈപ്പ് ലൈനിലുള്ള ഫ്ലൂയിഡിൻ്റെ പ്രഷർ കുറയുകയും, പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിസ്റ്റൺ താഴോട്ട് തന്നെ മൂവ് ചെയ്ത് കാരണം സ്പ്രിംഗ് ആക്ഷൻ ഉണ്ടല്ലോ, അത് കാരണം പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്ത് ഈ ഓപ്പണിംഗ് ക്ലോസ് ആവുകയും ചെയ്യും. പിന്നെ അത് ഈ ഒരു കമ്പൗണ്ടിനെ ചുറ്റിയായിരിക്കും ഈ ഫ്ലൂയിഡ് ഇപ്പോഴത്തെ ഔട്ട്ലെറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ സീക്വൻസ് വാൽവ് എന്ന് പറയുന്ന അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും വളരെ ഹൈ പ്രഷർ വരികയാണെങ്കിൽ അതിനൊന്ന് ലിമിറ്റ് ചെയ്യാൻ, അതിനൊന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഈ പ്രഷർ കൺട്രോൾ സീക്വൻസ് വാൾവ് എന്നത്. അപ്പോൾ ഇതും മേ ബി 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. എക്സാമിന് വേണമെങ്കിൽ 2 ഫിഗറും വരയ്ക്കാം, അല്ലെങ്കിൽ സമയം തികയുന്നില്ല എങ്കിൽ ഒരു ഫിഗർ വരച്ചാലും മതി. അതിൻ്റെ വർക്കിംഗ് ഞാൻ ഈ പറഞ്ഞ വർക്കിംഗ് തന്നെ ഒരു 5-6 സെൻറ്റൻസ് ആയിട്ട് എഴുതി വയ്ക്കുക. ഇത് 10 മാർക്സിന് ചോദിക്കാൻ സാധ്യതയില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗറും വർക്കിങ്ങും ആണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പഠിച്ചെഴുതാം, പഠിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് പഠിച്ചെഴുതാം, അല്ലെങ്കിൽ ഇത് പഠിച്ച് എഴുതിയാൽ മതി. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.